ഹലോ ഫ്രണ്ട്സ്, പാലക്കാട് ജില്ലയിലെ ആലത്തൂർ വടക്കാഞ്ചേരി ഹൈവേയിൽ നിന്നും 10 കിലോമീറ്റർ നീങ്ങി 10 ഏക്കർ സ്ഥലം, ആയുർവേദ റിസോർട്ടിന് അനുയോജ്യമായ 10 ഏക്കർ സ്ഥലം. നിറയെ മരങ്ങളാണ് ഈ സ്ഥലത്ത്. ഒരു 7 ബെഡ്റൂമിൻ്റെ വീടും ഉണ്ട്, 2 നില വീട്, വാർക്ക വീട്. നിറയെ ഫ്രൂട്ട്സുകളാണ് ഇതിൽ. അവക്കട, ഡ്രാഗൺ ഫ്രൂട്ട്സ്, മിറാക്കിൾ ഫ്രൂട്ട്സ്, അമ്പഴങ്ങ, അതുപോലെ കൊടംപുളി, കടപ്ലാവ്, നാടൻ പ്ലാവും നാടൻ മാവും ഉണ്ട് ഇതിൽ. റംബുട്ടാനൊക്കെ ഉണ്ട്, റംബുട്ടാൻ, മാംഗോസ്റ്റീൻ, എല്ലാ തരം ഫ്രൂട്ട്സുകളും ഉണ്ട്. നിറയെ മരങ്ങളാണ്, അതും തോർന്നിട്ട്. നല്ല തണലാണ് അവിടെ. ആയുർവേദ റിസോർട്ടിന് അനുയോജ്യമായ സ്ഥലം. വെള്ളത്തിനായിട്ട് 2 വലിയ കുളങ്ങളുണ്ട്, 4 മീൻ കുളമുണ്ട്, അതുപോലെ ഒരു സൈഡ് പുഴയാണ്. വെള്ളം കയറാത്ത ഏരിയയാണ്. ഈ ഭാഗം പുഴയാണ് ആ കാണുന്നത്. മോട്ടോർ ഷെഡ് വെച്ചാണ് പുഴയിൽ നിന്ന് വെള്ളം എടുക്കുകയാണ്. കുടിക്കാനായിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കും. നിറയെ തേക്കും, അതുപോലെ തെങ്ങ്, കവുങ്ങ്, ഇല്ലാത്ത മരങ്ങളില്ല. തോർന്നിട്ടാണ് നിൽക്കണേ. അതിൻ്റെ ഉള്ളിൽ നാടൻ പ്ലാവും മാവും ഇതൊക്കെ ഉണ്ട്, കുറേ മരങ്ങളുണ്ട്. റിസോർട്ടിന് പറ്റിയ സ്ഥലം. ഹൈവേയിൽ നിന്ന് 10 കിലോമീറ്ററോളം, കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് എത്തും. നല്ല വഴി സൗകര്യം, നിരപ്പ് സ്ഥലം. ഈ മരങ്ങളൊന്നും വേറെ വെച്ച് പിടിപ്പിക്കണ്ട. ഇതാണ് മീൻകുളം. 4-5 മീൻകുളം ഉണ്ട്. അതൊരു സെറ്റാക്കി എടുത്താണ്. അതും പുഴയുടെ തീരത്ത് തന്നെയാണ്. പുഴയായിട്ട് ഇത്ര വ്യത്യാസമുള്ളൂ. ഇത് കാണുന്നത് പുഴയാണ്. ഒരു തോതിലുള്ള വെള്ളം ഉണ്ടാവുള്ളൂ മഴക്കാലത്ത്. അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ എടുത്തത്. അതുപോലെ തന്നെ 10,000 കോഴിയുടെ ഫാമുണ്ട്. നല്ല സൂപ്പർ ഷെഡ്, ഹൈടെക് മോഡൽ. ട്രഫോർഡ് ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ഷീറ്റ് മേഞ്ഞിരിക്കുന്നത്. അതേപോലെ 10,000 ആടിൻ്റെ അടുത്തുണ്ടാവില്ല, ഒരു 400-500 ആടിൻ്റെ അടുത്തുള്ള ഫാമുണ്ട്, ആട് ഫാം. ഇപ്പം നിലവിൽ റണ്ണിങ് ആണ് ആട് ഫാം. അത് ഹൈടെക് സെറ്റപ്പിലാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞാൽ കാണിക്കും. ആയുർവേദ റിസോർട്ട് നടത്താനായിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചായിരുന്നു. അങ്ങനെ നല്ലോണം മരങ്ങളൊക്കെ ഉള്ള സ്ഥലം, നാടൻ പ്ലാവും മാവും, ചാരുകസേരയൊക്കെ ഇട്ട് മരത്തിൻ്റെ ചുവട്ടിൽ ഉച്ച നേരത്തൊക്കെ വന്നിരിക്കാനായിട്ട്. ഈ ഭാഗത്താണ് ആട്ടുംകൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ആധുനിക രീതിയിൽ തന്നെ സെറ്റ് ചെയ്താണ്. നല്ല കാശിറങ്ങിയിട്ടുണ്ട്. അത് ആട്ടുംകാട്ടം വീണിട്ട്, ആ പൈപ്പിൽ വീണിട്ട് ശരിക്ക് ഒരു ടാങ്കിൽ വന്ന് നിറഞ്ഞ് അരിച്ച് കറക്റ്റാക്കിയിട്ട് എടുത്തിട്ടാണ്. അതവർ വിൽപ്പന നടത്തുന്നുണ്ട്. പുല്ല് വയ്ക്കാനുള്ള സ്ഥലം ഇഷ്ടം പോലെ, പശുപാമൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ്. വെള്ളം ഇഷ്ടം പോലെ വെള്ളം കണ്ടില്ലേ. ആട്ടങ്ങൾക്ക് കയറാനിത് ആട്ടങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ജമുനാപ്പാരിയൊക്കെയാണ്. രണ്ടാട്ടും കൂട് ഒരേപോലത്തെ. അടിയിൽ കോഴീനെയും വളർത്താം. ഈ സൈഡിൽ പേരത്തോട്ടാണ്, കംപ്ലീറ്റ് പേരയ്ക്കാണ്. ആ വേലിക്കപ്പുറം അത് ഇതിൽ പെട്ട സ്ഥലമാണ്.
പുഴയിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ടാണ് അവിടെ പറമ്പൊക്കെ നനയ്ക്കുന്നത് കേട്ടോ. ഇഷ്ടംപോലെ വെള്ളമല്ലേ. ടോറസൊക്കെ കയറി വരാവുന്ന വഴിയാണ്, അത്രയും വീതിയുള്ള വഴിയാണ്. ഈ ഭാഗത്തായിട്ടാണ് ജാതി, ഡ്രാഗൺ ഫ്രൂട്ട്സ്, അതുപോലെ റംബുട്ടാൻ, മാങ്കോസ്റ്റീനൊക്കെ നിൽക്കുന്നത്. അവക്കട ഒക്കെ ഉണ്ട്, ചാമ്പ. ദേ 7 ബെഡ്റൂമിൻ്റെ വീട്, സൂപ്പർ വീടാണ്, നല്ല വാർക്ക വീട്, ഇഷ്ടം പോലെ സൗകര്യം, പന്ത് കളിക്കാൻ അതിൻ്റെ ഉള്ളിൽ, സിറ്റ് ഔട്ടിൽ പന്ത് കളിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ നല്ലൊരു 2 ഓപ്പൺ കിണറുണ്ട്, അതിൽ കുളമുണ്ട്. അതൊരു ഓപ്പൺ കിണറാണ് കേട്ടോ, മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെയൊക്കെ ഉച്ചനേരത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല തണലാണ്. അവിടെ നിറയെ ഫ്രൂട്ട്സും തേക്കും അതുപോലെ തെങ്ങും കവുങ്ങും എല്ലാം തിക്കി നിറഞ്ഞിട്ടാണ്. ഈ ഭാഗത്തായിട്ടാണ് ഒരു 10,000 കോഴിയുടെ ഫാമുള്ളത്. അത് ശരിക്കും ഇപ്പം അതിൽ കോഴിയൊന്നും വളർത്തണില്ല, ഷെഡ് സൂപ്പർ ഷെഡാണ്, അടിപൊളി ഷെഡ്, അതേപോലെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ട്രഫോർഡ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു തരി ചൂടുണ്ടാവില്ല ഉള്ളിലേക്ക്. നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ചുറ്റുവാരം കെട്ടിയിട്ട് കണ്ട. കോഴീനെ എന്തോരം കോഴീനെ വേണമെങ്കിൽ ഇടാം. ഇതിപ്പോൾ പശു ഫാമാക്കാനായിട്ട് നിസ്സാര സംഭവം മതി. 200 പശുവിനെ കെട്ടാൻ യാതൊരു തടസ്സവുമില്ല. 2 കൂട് ഒരേ അളവിലാണ്. അവിടെ ഓഫീസ് റൂമും കാര്യങ്ങളൊക്കെ അവിടെയാണ്. പത്ത് ഏക്കർ സ്ഥലം, ഫുള്ള് കരഭൂമി, ഫുള്ള് ആധാരം. UPVCയുടെ പൈപ്പൊക്കെ പാത്തിക്കാണ് സൈഡിൽ കൊടുത്താണ്. വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് ഇതിലത്തെ വെള്ളം മാത്രം മതി ഷീറ്റ് മേലിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഉയരത്തിലാണ് കൂടടിച്ചിരിക്കുന്നത്. അത് ശരിക്കും 2 സ്റ്റെപ്പാക്കാം, ആ കൂടിന് 2 തട്ടാക്കാം, അത്ര ഹൈറ്റിലാണ് ആ കൂടടിച്ചിരിക്കുന്നത്. ശരിക്കും കോഴിന് ഇത്രയും ഹൈറ്റ് ആവശ്യമില്ല. ആട്ടുംകൂടിലിടുന്ന ഇതുകളൊക്കെയാണ് പല ഇതാണ് തട്ടുകളാണ് കിടക്കുന്നത്. ഈ 10 ഏക്കർ സ്ഥലവും വീടും ഇതെല്ലാം കൂടി കൂടിൻ്റെ വിലയൊക്കെ അടക്കം പറഞ്ഞിരിക്കുന്നത്, ഫാമിൻ്റെ അടക്കം വില പറഞ്ഞിരിക്കുന്നത് സെൻറ്റിന് 60,000 രൂപ ചോദിച്ചിട്ടുള്ളൂ. അതിനുള്ള മുതലുണ്ട്. ഹൈവേന്ന് 10 കിലോമീറ്റർ തന്നെയുള്ളൂ. എല്ലാ വണ്ടിയും സൈറ്റിലേക്ക് വരും. പാത്തി കൊടുത്ത നാട്ടില് നല്ല രീതിയിൽ ഡ്രസ് വർക്ക് അടിച്ചാണ്, നല്ല കനമുള്ള ഷീറ്റ് വെച്ചിട്ട്. പൈപ്പ് അതെ, ഇനിയൊരു 10-30 കൊല്ലം ആ ഷെഡ് അതേപോലെ നിൽക്കും, ഉപയോഗിക്കാം. അവർ മിറാക്കിൾ ഫ്രൂട്ട്സ് പൊട്ടിച്ച് തിന്നണ്. ആ ഫ്രൂട്ട്സ് തിന്നാൽ അന്നത്തെ ദിവസം മുഴുക്കാൻ ഇതാ.